വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ച് പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി വാർത്തകൾ നിറയുന്നത്. ഇന്ന് വി.എസിൻ്റെ അഭിപ്രായം വി.എസ്. ഫേസ്ബുക്കിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് കവല അന്വേഷിക്കുന്നത്. വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? CPM-ന്റെ പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും തമ്മിലുള്ള പരാമർശങ്ങളൊക്കെ കണ്ടോ? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇപ്പം പിന്നെ ഈ ചാനലുകാർ പറയുന്നതും പത്രക്കാർ പറയുന്നതൊന്നും ജനം വിശ്വസിക്കാണ്ടായിരിക്കണം. കാരണം പറഞ്ഞതിനെ വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? ഒരു പറഞ്ഞ ആൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷെ പത്രക്കാർ വേറെ വിധത്തില്ല. അതാണ് ഇപ്പം നടക്കുന്നത്. ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനൊന്നും ബാധിക്കൊന്നുമില്ല. ശരിക്കും ചിന്തിക്കുന്നവനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവനും വോട്ട് ആർക്കാ ചെയ്യേണ്ടതെന്ന് ഇപ്പം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ് പിന്നെ ഈ കള്ളപ്രചരണങ്ങളൊന്നും ഗുണം ചെയ്യില്ല അഭിപ്രായം. ഇതിലിപ്പം നിങ്ങളെങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു യുവത്വം എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈ വാർത്തകളൊക്കെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള പരാമർശം അവരുടെ പാർട്ടിക്ക് തന്നെ എതിരായിട്ട് വരുന്നു. അത് തമ്മിൽ പാരാണ്. കാരണം പിണറായി ഇത് ആദ്യം സ്വപ്നം കണ്ടിട്ടാണ് ഈ രംഗത്ത് നിൽക്കുന്നത് തന്നെ. അത് വി.എസ്. 95 വയസ്സുമായി. വി.എസ്. ഇല്ല പിണറായി തമ്മിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നം. മാധ്യമങ്ങളെ സൃഷ്ടി, UDF-ൻ്റെ സൃഷ്ടി, അത് മാത്രമേ ഉള്ളൂ. ഭരണം ഇടതു മുന്നണിക്ക് തന്നെ. CPM എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ അണികളാണ്. നേതാക്കന്മാരെല്ലാവരും ഒരേ മാതിരിയാണ്. അത് ചില മാധ്യമങ്ങളിൽ വലിച്ചൊടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി സമ്മേളനം ആലപ്പുഴ സമ്മേളനത്തിലെടുത്ത തീരുമാനപ്രകാരം ആ തീരുമാനം അതിലവതരിപ്പിച്ച പ്രമേയവും അടുത്ത സമ്മേളനം വരെ നിലനിൽക്കും. അതേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വി.എസ്. അച്യുതാനന്ദനെ പറ്റി പറഞ്ഞിട്ടില്ല. അഭിപ്രായ വ്യത്യാസം കുറേ കാലമായല്ലോ തുടങ്ങിയിട്ട്. അത് ഇനിയും നിലനിൽക്കും എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ പത്രത്തിൽ കൂടി വായിച്ചിട്ട് അതാണ് മനസ്സിലാകുന്നത്. അതൊരു പൊട്ടിത്തെറിക്ക് സാധ്യത ഉണ്ട്. കിട്ടിയാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടി ഇടംവലി നടക്കും. എത്രത്തോളം അടക്കി വെച്ചിരുന്നാലും പിണറായിയുടെ ഉള്ളിലുള്ളൊരു ആ ഒരു വിദ്വേഷത്തിൻ്റെ ചെറിയൊരു കണിക ബാക്കിയുണ്ടാവും. അത് എത്രത്തോളം തിരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ കൊണ്ടുപോകുന്നു എന്നതാണ് CPM LDF ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. ഒപ്പം തന്നെ ഈ വാർത്ത പിണറായി വിജയൻ നടത്തിയ പരാമർശത്തെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നുള്ള അഭിപ്രായവും ഉണ്ടായിട്ടുണ്ട്.